വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പാടത്തു കൂടെയും പറമ്പിൽ കൂടെയൊക്കെ നടക്കണേന്നാവും നിങ്ങൾ ആലോചിക്കണത്. ഒന്നുമില്ല കേട്ടോ, ചുമ്മാ എൻ്റെ നാടും അതിൻ്റെ പരിസരവും ഒക്കെ, അതായത് എൻ്റെ നാട് മൊത്തത്തിലല്ല കേട്ടോ, അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ മൊത്തം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എവിടെ പോയാലും നമുക്കൊരു തിരിച്ചിവിടെ വരുമ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ടൊരു കുളിർമ കിട്ടും. കാരണം ഫുള്ള് കൃഷിയാണ്, പാടവും അതുപോലെ തന്നെ കൊള്ളി, പയർ, അങ്ങനെയുള്ള ഫുൾ കൃഷികൾ മാത്രമാണ് ഇവിടെ മെയിനായിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലൊരു രസമാണ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഒരു തോടുണ്ട് കേട്ടോ, കാണുന്നില്ല. പക്ഷെ വെള്ളമൊക്കെ വറ്റിയപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ വള്ളികളൊക്കെ മൂടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നല്ല രസമാണ്. ഇതിൽ നിറയെ ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുമായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ ഞാനിപ്പോൾ പോകുന്നത് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് കേട്ടോ. അത് കറക്റ്റ് ഇങ്ങനെ പ്രോപ്പർ പാടത്തിൻ്റെ അടുത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ പാടം, സെൻറ്ററിൽ അങ്ങനെ വീടായിട്ട്. ഇവിടെ വരുമ്പോഴും അതെ, ഭയങ്കര നല്ലൊരു ഫീലാണ്. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഇവിടെ തന്നെയല്ലേ വളർന്നിരിക്കണതും. ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പൊക്കെ ഇവിടെ ആകെ എന്താ പറയുക, എല്ലാവരും താമസമൊക്കെ മാറി അങ്ങോട്ട് പോയത്. കാരണം അടുത്ത് തന്നെയാണ് പുതിയ താമസം മാറിയ സ്ഥലവും. പക്ഷെ എന്നാലും അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ ഇവിടെയൊക്കെ ആകെ ഇങ്ങനെ എന്താ പറയുക, കാടും പടലൊക്കെ കയറിയിട്ടുണ്ട്. എന്നാലും വാടകയ്ക്ക് ആൾക്കാർ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ അവരിപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ചാടിക്കയറി വന്നത്. കണ്ടോ, ഇവിടെയൊക്കെ നിറയെ ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടു. ഇപ്പോൾ ഇവിടെ തീരെ വെള്ളമില്ല. അവിടെ ആകെ ഇങ്ങനെ ചള്ളക്കുളം മഴിച്ച് ഈ ഇലകളൊക്കെ വീണിട്ട് നമ്മുടെ കാറ്റുകാലമായല്ലോ. അല്ലാത്തപ്പോൾ ഫുള്ള് ഇങ്ങനെ നല്ല ക്ലീൻ വാട്ടർ ആയിരിക്കും. ഇവിടെ നിറയെ പാറയാണ്. അപ്പോൾ നല്ല നല്ല രസമുള്ള വെള്ളം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചാടി മറിയലും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ എൻ്റെ പഴയ വീട് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര നൊസ്റ്റു. പക്ഷെ ഇവിടെ ഇപ്പം മൊത്തം എന്താ പറയുക, ആകെ അലമ്പായി കേട്ടോ. ഇപ്പം പഴയ പോലെയൊന്നും അല്ല. ആകെ എന്താ പറയുക, ആ വീടേ അല്ലാത്ത പോലെ തോന്നുന്നത്. ഒരു ഭാർഗവീ നിലയം പോലെ ആയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കാണുമ്പോൾ എന്തോ സങ്കടമാവണം, നൊസ്റ്റു. പക്ഷെ എന്താ ചെയ്യാല്ലേ. ഇവിടെ ഒരു കിണറുണ്ട്, ഞങ്ങളുടെ സ്വന്തം കിണർ. കണ്ടോ, നിറയെ വെള്ളമുണ്ട് കേട്ടോ. നല്ല അടിപൊളി വാട്ടർ. പിന്നെ അങ്ങോട്ട് നോക്കിയാലും കണ്ടില്ലേ, അവിടെ ഇങ്ങനെ നിറയെ, അവിടെയൊക്കെ നിറയെ ഇതായിരുന്നു, കവുങ്ങൻ തോപ്പുണ്ടല്ലോ, അതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ഉള്ള സമയത്തൊക്കെ നന്നായി നോക്കിയിരുന്നു. പിന്നെ ഇപ്പം അവിടെയൊക്കെ ആകെ എന്താ പറയുക, നാശകോശമായി. അതൊക്കെ പോയി, നശിച്ചു പോയി. മര്യാദയ്ക്ക് വെള്ളം കിട്ടാതെയും അങ്ങനെയൊക്കെ ആയിട്ടേ, അങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ചയാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ, ഇനി ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിറയെ ഇതാണ് എന്താ പറയുക, പാടമാണ്. പാടവും കൃഷികളൊക്കെയാണ് നിറയെ ഉള്ളത്. കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാമായിരുന്നു ഇവിടുത്തെ കാഴ്ച. നിറയെ മീനുകളൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ നല്ല രസമായിട്ട് കിട്ടും. ഇവിടെ ഈ ഫ്രണ്ടിലും നിറയെ, ഇപ്പം അവിടെ കൊള്ളിയൊക്കെയാണ് കേട്ടോ കുത്തിയിരിക്കണേ. ഇവിടെയും നിറയെ ഇതായിരുന്നു, നെൽകൃഷിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളിങ്ങനെ ഇരിക്കും. അപ്പോൾ ട്രാക്ടർ പൂട്ടാനൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ പൂട്ടിപ്പോവും. നമ്മുടെ തൊട്ടടുത്തല്ലേ ഇതിപ്പോൾ മുറ്റം, ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പിന്നെ ട്രാക്ടർ പൂട്ടണ കാരണം നല്ല രസമായിരുന്നു അന്ന്. ഇത് കണ്ടോ എൻ്റെ മുല്ല. ഇതിൽ എന്തുപോലെയാണ് മുല്ലപ്പൂ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ, കുട്ടി മുല്ലയാണ് കേട്ടോ, പക്ഷെ നിറയെ മുല്ലപ്പൂ ഉണ്ടാവുമായിരുന്നു ഇതിൽ. നല്ല രസമായിരുന്നു. പിന്നെ ഈ പുളിമരമൊക്കെ എന്താ പറയുക, കുട്ടിയായിരുന്നു. ഇവിടെ ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഇത്ര വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ വലുതായി പോയി. പിന്നെ ഇനിയിപ്പോൾ എന്താണ്, ഞാൻ നട്ട മരം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമോ? ഇതേ കണ്ടോ, ആ തടിച്ച് നിൽക്കണ ഈ മരം, ഇത് ഞാൻ നട്ടതാണ് കേട്ടോ. ഇത് മഹാഗണിയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്കൂളിൽ നമ്മുടെ പരിസ്ഥിതി ദിനത്തിന് കിട്ടില്ലേ മരം നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ മരമാണ്. ഇപ്പോൾ വലുതായിപ്പോയി. ഗ്രേറ്റ്. അങ്ങനെ ഞാനൊരു മരം നട്ടു എന്ന് എനിക്ക് പറയാമല്ലോ. മരം നട്ട് വലുതാക്കിയതൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇതിട്ടിട്ടുണ്ട്. ഇവിടെ ഈ മെഷീനുണ്ട്, നമുക്ക് റബ്ബർ ഷീറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. ഈ സംഭവമാണ്, ഇതിലാണ് അടിക്കുക. അപ്പോൾ അതൊക്കെ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വരാറുള്ളത്. വരും, അച്ഛനമ്മയും കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഞാൻ മുമ്പ് തന്നെ വീഡിയോ എടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മുടെ ബാക്ക് സൈഡായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇടിക്കില്ലേ ഒരു സാധനം, സൈഡിലേക്ക് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഷീറ്റ് പോലെ, ഷീറ്റല്ല ഇവിടെ ഓടനെയായിരുന്നു മേങ്ങിയിട്ട്, ഇങ്ങോട്ട് ഇറക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിങ്ങനെ നോക്കാതെ കഴിയുമ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇടിഞ്ഞിടിഞ്ഞ് വീഴാറൊക്കെ ആയപ്പോൾ നമ്മളത് ഒക്കെ പൊളിച്ച് കളഞ്ഞു. അപ്പോൾ ആകെ വീട് മാത്രമേ ഉള്ളൂ.
പാമ്പ് വല്ലതും ഉണ്ടാവുമോ എന്തോ. നമുക്ക് കെയർഫുള്ളായി പോവാം. ഇനി ഒരു കിണറും കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. നിറയെ എന്താ പറയുക, ചപ്പും ഇലകളും ഒക്കെ വീണിട്ട് ഒരുമാതിരി. നമ്മളൊക്കെ ഉള്ളപ്പോൾ ഫുള്ള് ഇങ്ങനെ അടിച്ച് വാരി ക്ലീനാക്കി അങ്ങനെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് തന്നെ. അപ്പോൾ ഇവിടെ കാണുമ്പോൾ എന്താ അല്ലേ, ഇത് കണ്ടോ നെക്സ്റ്റ് കിണർ. ഇത് ശരിക്കും കിണർ പോലെ അല്ലാട്ടോ, ഒരു വലിയ നല്ല വലിപ്പത്തിൽ ഇങ്ങനെ ഒരു കുളം മാതിരി ആയിരുന്നു ഉണ്ടായിരുന്നേ. പിന്നെ ഇപ്പം അതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീണിട്ട് കെട്ടി പടുക്കാത്തതുകൊണ്ട് വീണിട്ട് ഇപ്പം ഇങ്ങനെ ആയിരിക്കുന്നു കേട്ടോ. രസമില്ല കാണാൻ. ഇതിൽ നിറയെ മറ്റേ കമ്മൽപ്പൂവോ, ഞങ്ങളിതിന് കമ്മൽപ്പൂ എന്നാണ് കേട്ടോ വിളിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മിനിറ്റ് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. അഡ്വെഞ്ചർ. ഈ പൂ നിറയെ ഇങ്ങനെ മതിൽ പോലെ കിണറിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞങ്ങളുടെ മറ്റേ സാധനം പുളിയുള്ളത് എന്താ അതിന് പറയാം, ചാമ്പയ്ക്കല്ലല്ലോ, ആ നല്ല പുളിയുടെ ഇരുമ്പാമ്പുളി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ആ പുറത്തേക്കുള്ള വ്യൂവിന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒരു റീസൺ കൂടി ഇതാണ്. നല്ല പച്ചപ്പ് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും നമുക്ക് കണ്ടിട്ടിരിക്കാൻ പറ്റുമല്ലോ. അപ്പം ഇങ്ങനെ എപ്പോഴും ബാക്ക് സൈഡിൽ വന്ന് സ്റ്റെപ്പിൽ ഇരുന്ന് കാണാറുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ പുറത്തുള്ള പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ വീണ്ടും ഓർമ്മകൾ പുതുക്കാനിരിക്കുന്നത്. നൊസ്റ്റു കീ അവരുടെ കയ്യിലായിപ്പോയി. കാരണം വാടകയ്ക്കുള്ള ആളുകളുണ്ട് പറഞ്ഞല്ലോ. ഫാമിലി അല്ല കേട്ടോ, അവരെന്തോ KSEB ജോലിക്കാരങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവർ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പൂട്ടിയിട്ട് പോകും. പിന്നെ അവർക്ക് ആവശ്യമില്ല, ഇപ്പോൾ ഇവിടെ വർക്കുള്ള സമയത്താണ് അവർ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഉള്ളിലും കൂടെ ഒന്ന് കയറി നമ്മുടെ ഓർമ്മകൾ പുതുക്കാമായിരുന്നു. എന്താണല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ വീടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ജനിച്ച് വളർന്ന വീട്, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വെച്ച് നാളെ മുതൽ നമ്മൾ ഉണ്ടായിരുന്ന വീട്, അത് പിന്നെ വിട്ട് നമ്മൾ വേറെ വീട് വെച്ച് മാറുമ്പോൾ ആ വീട് വീണ്ടും ചിലർ സ്ഥലമൊക്കെ മാറിപ്പോയിട്ട് വേറെ സ്ഥലത്ത് വീട് വെച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ തൊട്ടടുത്താണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിരിഞ്ഞാൽ ഞങ്ങളുടെ വീട് കാണാം. അവിടെ നോക്കിക്കഴിഞ്ഞാലേ കാണാം, അത്ര അടുത്താണ്. എന്നിട്ട് പോലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ വീടും ഇവിടുത്തെ ഓർമ്മകളൊക്കെ. അപ്പോൾ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് മാറി വന്നിരുന്നവരുണ്ടാവും. അങ്ങനെ നമുക്ക് പല ഓർമ്മകളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ വീട് പിന്നീട് കാണാൻ ഇട വരുമ്പോൾ ഉള്ളൊരു ഫീൽ എന്തായിരുന്നു നിങ്ങൾക്ക്, അല്ലെങ്കിൽ വീണ്ടും വീട്ടിൽ പോകുമ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുള്ളതൊക്കെ ഒന്ന് പറയട്ടെ. എനിക്കിപ്പോൾ എന്താ പറയുക, എന്ത് ഫീലാണെന്നുള്ളത് ശരിക്കും അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഭയങ്കര ഹാപ്പി ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ സങ്കടവും വരുന്നുണ്ട്. ഇവിടെ ശരിക്കും ഇവിടെ നല്ല രസമാണ്. ഞങ്ങൾ കൂടുതൽ വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ ഇവിടെയാണ് കേട്ടോ വന്നിരിക്കാം. കൂടുതൽ ടൈം ഇവിടെ. ഞാൻ ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇറക്കി എടുത്തിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ചായ കുടിക്കലും സംസാരിക്കലൊക്കെ ഇവിടെ. പിന്നെ ഫുൾ നല്ല കൂളിംഗ് ആണ് ഇവിടെ. ഉള്ളിലും ഭയങ്കര കൂളാണ്, കാരണം ഓട് വീടല്ല. അപ്പോൾ നല്ല രസമാണ്. പിന്നെ പുറത്ത് നിറയെ മരങ്ങളാണ്. ബാക്കിൽ ഇതാണ് പാടാണ്, ഫ്രണ്ടിൽ പാടാണ്. വേറെ ഡിസ്റ്റർബൻസോ വണ്ടികളുടെ ശബ്ദം ഒന്നുമില്ല. അപ്പോൾ ഭയങ്കര രസം. ഇങ്ങനെ ഇപ്പോഴും അതെന്ത് സുഖമാണ് ഇവിടെ, ഇങ്ങനെ നിറയെ കാറ്റും കിളികളും ഒക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു. അടിപൊളി അല്ലേ. അപ്പോൾ ഈ വീട് വിട്ട് പോകുമ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളെ ഇരുത്തി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ ഇനിയിപ്പോൾ എന്താ കാണിക്കാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ സംസാരിച്ച് നിങ്ങളെ എന്താ പറയുക കത്തി വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എന്താ മനസ്സിലായില്ല കേട്ടോ. ഇതൊക്കെ പുതിയ അവശിഷ്ടങ്ങളാണ്. ഓ, ഇത് നമ്മുടെ അമ്മിയൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വെച്ചിരുന്ന കല്ലുകളാണ്. അതൊക്കെ പൊളിച്ചടുക്കി ഇട്ടിരിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ എന്തോ പറയാൻ വന്നല്ലോ. ഞാൻ ഈ വീട് വിട്ട് പോകുമ്പോൾ കരച്ചിലായിരുന്നു. അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പോലും ഞാൻ അത്രയും കരഞ്ഞിട്ടില്ല തോന്നുന്നു എനിക്ക്. കാരണം അമ്മാതിരി കരച്ചിലായിരുന്നു ഞാൻ. എനിക്ക് ആ പുതിയ വീട്ടിൽ പോയിട്ട് എനിക്ക് ആ വീട് വേണ്ട, എനിക്ക് ഈ വീട് മതി, എനിക്ക് ഇവിടെ നിന്ന് വരണ്ട എന്ന് പറഞ്ഞിട്ട് അത് 1-2 ദിവസമല്ല, ഒരു മാസത്തോളം ഞാൻ കരച്ചിൽ തന്നെയായിരുന്നു. എനിക്ക് അവിടമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ. കാരണം അവിടെ കറക്റ്റ് കാലെടുത്ത് കുത്തുന്ന റോഡിലേക്ക് അങ്ങനെയൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയപ്പോഴേ എപ്പോഴും ആളുകൾ വണ്ടികൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ആ വീടിൻ്റെ തന്നെ മൊത്തത്തിലുള്ളൊരിത് മാറിയപ്പോൾ ഭയങ്കര. നമ്മൾ മൊത്തം പച്ചപ്പല്ലേ, അവിടെ ചെന്നപ്പോൾ വീട് മാത്രമേ ഉള്ളൂ ചുറ്റും. അവിടെയും ബാക്ക് സൈഡ് ഇതുപോലെ പാടത്തിൻ്റെ വ്യൂവും സൈഡിൽ ബാക്കിൽ തോടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും
നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവില്ല. ഞാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്തു, പെട്ടെന്നല്ല കൂടുതൽ ടൈം എടുത്ത് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക അല്ലേ, നമ്മുടെ നല്ല നല്ല ഓർമ്മകൾ. ഇവിടെയൊക്കെ നിറയെ ചെടികൾ ഞങ്ങൾ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല പറഞ്ഞല്ലോ, നിറയെ ഉണ്ടായിരുന്നു ഇവിടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. പിന്നെ ഇവിടെ നല്ല രസമാണ്. ഈ ഒരു പാടം ഏരിയ ആയതുകൊണ്ടേ ഈ ഒരു സാധനം, ഇതിനെന്താ ചൊറിയാമ്പുഴു എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചെറുപ്പത്തിൽ വിളിക്കാറുള്ളത്. കണ്ടോ ഈ സാധനം, ഇത് നല്ല രസമാണ്. ഇതിങ്ങനെ കുറേ പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കല്യാണത്തിന് തലേ ദിവസം ഇതേപോലെ കുറേ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് ക്യാമറമാൻ ഇങ്ങനെ കയ്യിൽ തന്നു. എന്നിട്ട് അത് പിടിച്ച് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട്, എന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തിനാണ് ഇത് വെച്ചിപ്പോൾ എന്താണ് ചെയ്യാനുള്ളതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് പിടിച്ച് ഫോട്ടോ ആയി വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു പൂമ്പാറ്റ. എനിക്ക് അപ്പുറത്തേക്കും കൂടെ പോയിട്ട് അവിടെ എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഫുള്ളിങ്ങനെ പാടം മൊത്തം കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് നിറയെ ഇങ്ങനെ എന്താണ് വള്ളികളും ചെടികളും ഒക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടോയെന്ന് അറിയില്ല. അപ്പം അച്ഛൻ വരികയെന്നുണ്ടെങ്കിൽ അച്ഛൻ വഴികാട്ടി മുന്നേ നടക്കൂല. അപ്പോൾ പിന്നാലെ പോകുമ്പോൾ ഒരു ധൈര്യമല്ലേ നമുക്ക്. അച്ഛൻ വന്നിട്ട് നമുക്ക് അവിടെയും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ ഞാൻ. അപ്പം നിങ്ങൾ നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വേഗം പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. നിങ്ങളിങ്ങനെ മടി കാണിച്ചിരിക്കരുത്. അപ്പം അച്ഛനും അമ്മയും അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ചെറിയ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ബാക്കിൽ പോയിട്ട് അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ അവരവരുടെ ജോലി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള ഒരു ഫുൾ വ്യൂ. നല്ല രസമല്ലേ കാണാൻ. ഫുള്ള് പാടവും അതുപോലെ തന്നെ തെങ്ങുംതോപ്പും ഒക്കെയാണ് ഫുള്ള്. ഇവിടെ ഒരു പുതിയ വീട് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ ഞങ്ങളുടെ ഒരു അയൽവാസിയുടെ വീടാണത്. അവരിപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അവർ മാത്രമാണ് കേട്ടോ ഇപ്പോൾ അവിടെ താമസമുള്ളൂ. ബാക്കി എല്ലാവരും പിന്നെ ആ സൈഡിലും അവിടെ ഒരു വീടുണ്ടായിരുന്നു, പക്ഷേ കാണില്ല. അവിടെ ഇപ്പോൾ വീടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ട് ആ വീടൊക്കെ ആകെ എന്താ പറയുക കേടായി പോയി, ഇടിഞ്ഞ് വീണ്. പിന്നെ ഞങ്ങളും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങളും പോയി. ഇപ്പോൾ അവർ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. ഇത് പുതിയ കിണറാണെന്ന് തോന്നുന്നു. അവിടെ ഒരു കിണർ, നമുക്ക് അതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് പോയി എത്തിച്ചോ. കിണർ കണ്ടാൽ എല്ലാവരുടെയും ഒരു സ്വഭാവമാണല്ലോ അതിൽ ഇത്ര വെള്ളം ഉണ്ടെന്ന് എത്തിച്ച് നോക്കുന്ന പരിപാടി. വാവ്, നിറയെ വെള്ളമുണ്ട് കേട്ടോ. കണ്ടോ ഇത്രയും വെള്ളമുണ്ട്. പക്ഷേ നിറയെ ഇല വീണിരിക്കുകയാണ്. ഇവിടെ അമരപ്പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനി ഈ വഴി ഇങ്ങനെ നേരെ കൂടെ ആൾക്കാർ നടക്കും കേട്ടോ. ഈ വഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ട്രാക്കാണ്. അങ്ങനെ കയറി കഴിഞ്ഞാൽ അവിടെ ട്രാക്കാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ട്രെയിനുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ട്രെയിൻ സർവീസൊക്കെ കുറവല്ല. അല്ലെങ്കിൽ എപ്പോഴും 5-10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ട്രെയിനുകൾ ഇങ്ങനെ കൂ പറഞ്ഞിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെ തൊട്ടേ ട്രാക്കാണ്. പിന്നെ ട്രാക്കിൻ്റെ അപ്പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ പാടമാണ് കേട്ടോ. നിറയെ പാടം തന്നെയാണ് അവിടെ ഉള്ളത്. അതാ പറഞ്ഞത്, മെയിനായിട്ട് ഇവിടെ മൊത്തം പാടത്തിൻ്റെ ഒരു സ്ഥലമാണ്. അതിൽ കൂടെ ആൾക്കാർ പോവും കേട്ടോ, നടന്ന് പോവും. ട്രാക്ക് വഴി അങ്ങനെ കയറിയിട്ടാണ് പോവുക. നടന്ന് പോവുക, നേരെ കയറുക, ട്രാക്കിൽ കയറുക, നേരെ നടക്കുക. അതൊരു ഷോർട്ട് കട്ടാണ്. ഇപ്പോഴും പണ്ട് നിറയെ ആളുകൾ ഈ വഴി തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷെ ഇപ്പൊക്കെ എല്ലാവർക്കും വണ്ടിയൊക്കെ ആയില്ലേ. അപ്പം അത് കാരണം അങ്ങനെ അധികം പേരൊന്നും പോകാറില്ല. സ്ഥിരം കാൽനട യാത്രക്കാർ മാത്രം തന്നെയാണ് അങ്ങനെ പോകാറുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കമ്മൽപ്പൂവിൻ്റെ ഇതാണ് കേട്ടോ. അതിങ്ങനെ നിറയെ പടർന്ന് ഒരു സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നിറയെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അത് കണ്ടോ പടർന്ന് വന്നിരിക്കുകയാണ് നിറയെ. പിന്നെ ഈ പാടത്തും കുറേ കമ്മൽപ്പൂവും ഉണ്ട്. പിന്നെ കൃഷിയും നിറയെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ആ തൊപ്പ് പോലത്തെ ആ ചെടിയില്ലേ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി കേട്ടോ. അപ്പോൾ ഒരു പാടം കൂടെ കാണിച്ചു തരാം ഞാൻ. കണ്ടോ ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ വാവ് സൂപ്പർ. ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരം ഭയങ്കരമായിട്ട് ഇരുട്ടി വരുന്നുണ്ട്. കണ്ടോ ഈ നൊക്കത്ത ദൂരത്തോളം ഫുള്ള് കിടക്കുന്നത് നമ്മുടെ പാടമാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. സെൻറ്ററിൽ കൂടെ റോഡ്, അപ്പുറത്ത് വീണ്ടും പാടം തന്നെയാണ് കേട്ടോ വരുന്നത്. ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ, എന്നെ നോക്കും. ഇവിടെ നിറയെ ഇങ്ങനെ കല്യാണത്തിൻ്റെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കുറേ പേര് വരും കേട്ടോ. കാരണം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനത്തെ പാടൊന്നും ഇപ്പോൾ എവിടെയും കാണാതെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഒരു റെയറായിട്ടുള്ള വ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലായിടത്തും.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത കുറച്ച് പ്രദേശങ്ങളാണ് ഞാൻ കാണിച്ചത്. പ്രദേശങ്ങളല്ല, വീടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതെന്താണെന്നല്ലേ, ഇത് നമുക്ക് നാച്ചുറൽ ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, നമ്മുടെ മൈലാഞ്ചി. അപ്പോൾ അതും കൂടെ ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് പൊട്ടിച്ചു. പിന്നെ അത് ഉപയോഗിച്ച് നാളെ നമ്മുടെ ഹെയറിലൊരു പ്രയോഗമുണ്ട്. പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ, വീഡിയോ ആക്കി ഇടാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.